ഒരു മുസ്ലിം തൻ്റെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല സ്നേഹത്തിലും ഏറ്റവും നല്ല ബഹുമാനത്തിലും ഏറ്റവും നല്ല കടപ്പാട്, ആ ഒരു മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവനായിരിക്കണം. നോക്കൂ, വിശുദ്ധ ഖുർആൻ വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന, പടച്ച റബ്ബിനോടുള്ള കടപ്പാട് പറഞ്ഞതിന് ശേഷം മാതാപിതാക്കളോടുള്ള കടപ്പാടാണ് പറഞ്ഞതെങ്കിൽ ആ ഒരു മാതാപിതാക്കളുടെ ദറജ എത്ര വലുതായിരിക്കും. ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ എത്ര വൃദ്ധസദനങ്ങളും അഗതി മന്ദിരങ്ങളും ഉണ്ട് എന്നുള്ളത് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് നമ്പർ കിട്ടും. ഇത്രയും വലിയ വിദ്യാസമ്പന്നത നേടിയ നാട്ടുകാർക്ക്, ആ മക്കൾക്ക് സ്വന്തം പാരൻസിനെ നോക്കാൻ ഒഴിവില്ല, അല്ലെങ്കിൽ അവർക്കതിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനവർക്ക് മനസ്സില്ല. അല്ലെ, ഭാര്യയോടൊപ്പം കൂടിയിട്ട് പ്രായമായ മാതാപിതാക്കളെ അടിച്ചിറക്കി വിടുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ പരാജയം അവിടെ തുടങ്ങാണ്. കാരണം ഒരാൾ ചെയ്ത തിന്മക്ക് ഭൂമി തന്നെ ശിക്ഷ കിട്ടുന്നതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്നുള്ളത്. ഒരാൾ ചെയ്ത എത്ര വലിയ പാപമാകട്ടെ അത് പൊറുക്കപ്പെടാനുള്ള ഏറ്റവും വലിയ സബബാണ് ഒരാള് തൻ്റെ മാതാപിതാക്കളെ സേവിക്കുക എന്നുള്ളത്.